നമ്മുടെ മന്ത്രി സുരേഷ് ഗോപിയോട് തന്നെ ഈ വീഡിയോ കേൾക്കുന്നവർ ഒന്ന് പറയുക. എന്തുകൊണ്ടാണ് എയിംസ് ആവശ്യമാണ് എന്ന് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ 44 പുഴകളും വിഷവാഹിനികളെ പോലെ ഇപ്പോൾ ഒഴുകുകയാണ്, മലീമസമായി കൊണ്ടിരിക്കുകയാണ്. ഖരമാലിന്യ പ്രശ്നം അത് അതീവ ഗൗരവമായിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, അത് ഫുൾ ഫ്ലെഡ്ജ്ഡായിട്ട് വളർന്നു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ സാംക്രമിക രോഗങ്ങളും മറ്റങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കേരളം നട്ടം തിരിയുകയാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ വളരെ ശക്തമായ ഒരു ഗവേഷണ അടിത്തറ കേരളത്തിൽ ഉണ്ടാകും ഇങ്ങനെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വന്നാൽ. അതുകൊണ്ടാണ് അത് നമുക്കിപ്പോൾ ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ എയിംസ് കേരളത്തിൻ്റെ അവകാശമാണ്, കേരളത്തിൻ്റെ ആവശ്യമാണ്. ഇത് നമ്മുടെ പിമാരൊക്കെ അവിടെ ശക്തമായിട്ട് അവതരിപ്പിക്കണം. മന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു കുറിപ്പ് ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. അതായത് എന്തുകൊണ്ട് നമുക്ക് എയിംസ് കിട്ടിയില്ല? 150 ഏക്കർ ഭൂമിയോ മറ്റോ ആണ് കേരളം കാണിച്ചിരിക്കുന്നത്. ഈ 150 ഏക്കർ പോരാ, തീർച്ചയായിട്ടും എയിംസ് പോലെ ഒരെണ്ണം വരണം എന്നുണ്ടെങ്കിൽ 200-250 ഏക്കറൊക്കെ വേണം. അപ്പോൾ കേരളത്തിൽ പലയിടത്തും സ്ഥലങ്ങൾ കണ്ടെത്താൻ പറഞ്ഞു. പക്ഷേ വെള്ളൂർ, കോട്ടയം ഡിസ്ട്രിക്റ്റിലെ വെള്ളൂരിൽ നിന്ന് സ്വകാര്യമായിട്ട് കിട്ടിയ അറിവാണ് 750 ഏക്കർ ഭൂമിയാണ് വെള്ളൂർ ന്യൂസ് പ്രിൻറ്റിൻ്റെത്, ഗവൺമെൻറ്റിൻ്റെതായ. അതായത് വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് നഷ്ടത്തിൽ ഓടാൻ തുടങ്ങിയപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അതായത് അത് പ്രൈവറ്റൈസ് ചെയ്യാൻ പോയി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. കാരണം അത് പല പതിറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറിയാണ്. അതെല്ലാം അവിടെ വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്തവർ തന്നെ എന്നോട് പറഞ്ഞു, ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി ഇനി വർക്ക് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, അലകും പിടിയും മാറ്റണം. എന്ന് വെച്ചാൽ പുതിയ സാങ്കേതിക വിദ്യ വരണം, പുതിയ യന്ത്രസാമഗ്രികളൊക്കെ വരണം. അങ്ങനെ അത് നടത്തിക്കൊണ്ടു പോകാൻ ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് പറ്റില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അത് പറ്റാതെ വന്ന് നഷ്ടത്തിലായപ്പോഴാണ് വിൽക്കാനിട്ടപ്പോൾ കേരളം പറഞ്ഞു നോ വിൽക്കരുത്, ഞങ്ങൾ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് കേരളം വാങ്ങി. അപ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ കസ്റ്റഡിയില്ല, പക്ഷേ കേരളം അത് അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നതിന് 750 ഏക്കർ ഭൂമി അവിടെ ഉണ്ടെന്നാണ് എന്നോട് അവിടുന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞത്, ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഭൂമി ഉണ്ടെങ്കിൽ അത് കോട്ടയത്ത് വരുന്നതുകൊണ്ട് എന്താണ് ഒരു അപകടമുള്ളത്? നമുക്കൊരു ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് അല്ലേ കിട്ടേണ്ടത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അല്ലേ കിട്ടേണ്ടത്? അത് കിനാലൂർ വന്നാലേ നടക്കുകയുള്ളൂ എന്നില്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ ബേസിക് ഗവേഷണം, ഈ പറയപ്പെട്ട നമ്മുടെ എല്ലാത്തര സാംക്രമിക രോഗങ്ങളുടെയും ഒക്കെ ഒരു ഈറ്റില്ലമായി തീരുന്ന കേരളത്തിന് അതിനെപ്പറ്റിയൊക്കെ ആഴത്തിൽ പഠിച്ച് വേണ്ട പ്രതിവിധി കാണാനായിട്ട് അത് കേരളത്തിൻ്റെ ഈ കൊച്ചു കേരളത്തിൻ്റെ എവിടെ ഇരുന്നാലും 38,000 ഹെക്ടറേ നമുക്ക് ഭൂവിസ്തൃതിയുള്ളൂ. ഈ 38,000 ഹെക്ടറിൻ്റെ എവിടെ ഇരുന്നാലും എന്ത് ബുദ്ധിമുട്ടാണുള്ളത്. ഇപ്പോൾ കോഴിക്കോട്ട് വന്നാൽ 6 മണിക്കൂർ കൊണ്ട് നമുക്ക് തിരുവനന്തപുരത്തെത്താം, അല്ലെങ്കിൽ ആർക്കും ആ മെഡിക്കൽ കോളേജിലെത്താം. കോട്ടയത്താണെങ്കിലോ ഏകദേശം ഇതൊക്കെ തന്നെയാണ് ഏത് ഭാഗത്തു നിന്നും വരാനായിട്ട്. അപ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവിടെ രാഷ്ട്രീയക്കാരുടെ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ഈ കിനാലൂരിൽ ഒരു മെഡിക്കൽ കോളേജ് വരുമെന്ന് അസർട്ടൈൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഭൂമാഫിയ, റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക്, ചില പാർട്ടിക്കാർക്കൊക്കെ ഇഷ്ടമുള്ള വ്യക്തികളുമൊക്കെ അവിടെയൊക്കെ വന്ന് ഭൂമിയെല്ലാം വാങ്ങിച്ചു കൂട്ടും. വില കുറഞ്ഞ, അതായത് കിനാലൂർ ഒരു സ്വപ്നമായിട്ട് നിൽക്കെ തന്നെ ഭൂമിയെല്ലാം അവർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൂട്ടിക്കഴിഞ്ഞ് കിനാലൂർ ഒരു യാഥാർത്ഥ്യമാകുമ്പോൾ പൊന്നിൻ വിലയ്ക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ, അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ കിനാലൂരിൽ തന്നെ ആ സ്വപ്നങ്ങൾ കൊടുത്ത് അങ്ങനെ പണക്കാരായവർക്കാണ് അവരുടെ സമ്മർദ്ദം കാണും കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെ പേരിൽ. അതൊക്കെ പോയി തൊലയട്ടെ എന്ന് പറയുന്നത്. ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ കിനാലൂരിനേക്കാളും കൂടുതൽ സ്ഥലവും കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത്ര സ്ഥലവും ഒക്കെ ഈ പറയപ്പെട്ട മറ്റേതെങ്കിലും സ്ഥലത്ത്, ഇപ്പോൾ വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് കേരള പണം കൊടുത്ത് വാങ്ങിച്ചതാണ്. അതങ്ങനെ വെറുതെ അനാഥമായി കിടക്കുകയാണ്. അത് മറ്റുള്ളവർ കയ്യേറി കൊണ്ടുപോകുന്നതിന് മുൻപ് അവിടെ നമ്മുടെ എയിംസ് വരട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എയിംസ് വരും. അതിന് ഗവൺമെൻറ് മുൻകൈ എടുക്കും എന്നുള്ള കാര്യം നമ്മുടെ മന്ത്രി സുരേഷ് ഗോപിയോട് തന്നെ ഈ വീഡിയോ കേൾക്കുന്നവർ ഒന്ന് പറയുക. അല്ലെങ്കിൽ വെള്ളൂർ ന്യൂസ് പ്രിൻ്റിലുള്ളവർ, പണ്ട് വർക്ക് ചെയ്തവരോ അതിൻ്റെ സ്ഥിതിഗതികൾ അറിയാവുന്നവരോ അദ്ദേഹവുമായിട്ട് കോട്ടയത്തുകാരനാണെന്ന് തോന്നുന്നു നമ്മുടെ കുര്യൻ ജോർജ് മന്ത്രി, അദ്ദേഹത്തിന് ഇത് വളരെ ഈസി ആയിട്ട് കണ്ടെത്തുകയും അവർ രണ്ടും കൂടി ചേർന്ന്, അതായത് കേരളത്തിൽ ഒരുമയില്ലെന്നുള്ളതാണ് എല്ലാ പ്രസ്ഥാനങ്ങളുടെയും പ്രശ്നം. അപ്പോൾ 2 മന്ത്രിമാരും കൂടെ ഒറ്റ കാലിൽ നിന്ന്
കേന്ദ്രത്തിൽ ശ്രമിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട്, ബജറ്റിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും അവർക്ക് വളരെ ഈസി ആയിട്ട് എയിംസ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയും. അതിന് ഇവിടുത്തെ ജനങ്ങൾ അവരെ പ്രേരിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ എയിംസ് നമുക്ക് പാളിപ്പോയ ഒരു സ്വപ്നമായിട്ട് ഇപ്പം നിൽക്കുകയാണ്. പക്ഷേ അത് നമ്മുടെ ഈ മന്ത്രിമാരൊക്കെ കൊണ്ടുവരും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന് വേണ്ടി ഫാം സെക്ടർ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് ഫാം സെക്ടർ ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണം. ഉദാഹരണത്തിന് വന്യമൃഗ മനുഷ്യ സംഘർഷം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാക്കേജായിട്ട് തന്നെ അതിന് സംരക്ഷണം കിട്ടത്തക്ക രീതിയിൽ, അതായത് കോൺക്രീറ്റ് ചെയ്ത ട്രഞ്ചസ് വരിക, അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥയിൽ മാറ്റം വരുത്തുക, യുക്കാലിപ്പിറ്റ്സ്, മഞ്ഞക്കൊന്ന ഇങ്ങനെയുള്ളതിനെയൊക്കെ മുറിച്ചു മാറ്റുക, തേക്ക് പ്ലാന്റേഷൻസ് ഗവൺമെൻറ് അതിൽ നിന്ന് പിന്മാറുക, മേലിൽ അത് ചെയ്യാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് നടപടികൾ എടുക്കാനുണ്ട്. അപ്പം അതിനൊക്കെ എന്താണ് ചെയ്യാൻ പറ്റുക? നിർമ്മല സീതാരാമന് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ആ മേഖലയിലൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ അതുപോലും, അതായത് തൊഴിലുറപ്പ് പദ്ധതി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്, പ്രത്യേകിച്ച് 86,000 കോടിയാണെങ്കിലും കൊടുത്തിരിക്കുന്നു. അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞ് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് പോലും ചെയ്തിട്ടില്ല. അതുപോലെ അങ്ങനെ കർഷകർക്ക് വേണ്ടി ഒരു കർഷക നിധി, കർഷകർ വളരെ കാലമായി ദീർഘകാല സമരം ചെയ്തതിന് ശേഷം തന്നെ ഒരു കർഷക നിധി, ഒരു ഫണ്ട് രൂപീകരിക്കുന്നതിനെ പറ്റി അവർ അവകാശം ഉന്നയിച്ചിരുന്നു. അത് ചിന്തിക്കാമെന്നും ഒക്കെ കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചിരുന്നതുമാണ്. പക്ഷേ അങ്ങനെ ഒന്നിനെ പറ്റിയും ഒരു ചിന്തയില്ല. ആകപ്പാടെ കാർഷിക മേഖലയിൽ 141 പുതിയ വിളകൾ കൊണ്ടുവരുന്ന കാര്യം, ഡ്രോൺസ് ഉപയോഗിക്കുന്ന കാര്യം, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെയൊക്കെ വിലയിൽ ശകലം മാറ്റം വന്നിരിക്കുന്ന കാര്യം, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഷ്രിംപ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട്, അത് കേരളത്തിന് സഹായകമാകുമെന്നാണ് നിർമ്മല സീതാരാമനോട് ഒരു ചോദ്യം പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ ഒറ്റ ഉൽപ്പന്നത്തിൽ കേരളത്തെ തളച്ചു കെട്ടിയിട്ടിരിക്കുകയാണ്. അത് എത്ര പേരാണ് ഷ്രിംപ് ഉൽപ്പാദനം നടത്തുന്നത് കേരളത്തിൽ? വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ്. പക്ഷേ ആ സമയത്ത് ഈ ഷ്രിമ്പിൻ്റെ ഉൽപ്പാദനവും വിപണനവും വർദ്ധിപ്പിക്കാൻ നോക്കുന്ന നേരത്ത് നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റിന് വേണ്ടിയുള്ള 5,000 കോടി ആ പണം കൊടുക്കാമെന്ന് വെച്ചിരുന്നെങ്കിൽ കേരളം ഇതിനേക്കാളും, ഷ്രിംപ് പ്രൊഡക്ഷൻ വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ ഷ്രിംപ് പ്രൊഡക്ഷൻ അത് ഹൈലി എക്സ്പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുകൊണ്ട് അത് പ്രോഗ്രസ് ചെയ്ത് വരട്ടെ. അത് ജീവനോപാധി കൊടുക്കുന്ന ഒരുപാട് ഫിഷർ ഫോക്ക് കാണും. അല്ലാത്ത, അതായത് എന്താ പറയുക, ശുദ്ധജല ചെമ്മീൻ കൃഷി നടത്തുന്നവരും അത് തീർച്ചയായിട്ടും നല്ലതാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ വിഴിഞ്ഞം പ്രോജക്റ്റിന് 5,000 കോടി ചോദിച്ചതിനെപ്പറ്റി ഒരു മെൻഷനുമില്ല. അതായത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ പോർട്ടാണ് എന്ന് ആ പേരിൽ, വിസിൽ എന്ന പേരിൽ വരുന്നുണ്ട്. പക്ഷേ ആ വിസിൽ എന്ന പേരിൽ അത് വന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഗവൺമെൻറ് ഓഫ് കേരള പെനീലെസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഇത് ഒന്നാം ഘട്ടം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടും ആ വിഴിഞ്ഞം ഏരിയയെ ഒരു ബിസിനസ് ഹബ്ബാക്കി മാറ്റാനുള്ള ഒരു പ്രവൃത്തിയും നടന്നിട്ടില്ല. ഒരു മാസ്റ്റർ പ്ലാനും തയ്യാറാക്കിയിട്ടില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നറിയോ? ഈ കഴുകൻ നോക്കി നിൽക്കുന്നത് പോലെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ ഇവിടെ വരുന്ന ഈ കണ്ടെയ്നേഴ്സിൻ്റെ ടെർമിനേഷൻ പോയിൻ്റായിട്ട് ഒക്കെ അത് മാറ്റാൻ, അവനവൻ്റെ സംസ്ഥാനത്ത് സ്ഥലവും സൗകര്യങ്ങളും കണ്ടെത്തി മാറ്റാൻ വ്യഗ്രത പൂണ്ട് നടക്കുന്ന വ്യവസായികളുണ്ട് തൊട്ടയൽ സംസ്ഥാനങ്ങളിൽ. അപ്പോൾ എന്ത് സംഭവിക്കും? അതായത് ശരിക്ക് വിഴിഞ്ഞം പോർട്ട് ഒരു ഇൻ്റർനാഷണൽ ഒരു മദർഷിപ്പുകളുടെ പോർട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജസ് സൃഷ്ടിക്കാവുന്നതാണ്. എന്താണ് ഈ ബാക്ക്വേർഡ് ലിങ്കേജസ് എന്ന് പറഞ്ഞാൽ? വിഴിഞ്ഞം പോർട്ട് വരുന്നത് കൊണ്ട് ആ പോർട്ടിനോട് അനുബന്ധമായിട്ട് വളരാവുന്ന വ്യവസായം, വാണിജ്യം എന്നിവയ്ക്ക് വേണ്ടിയുള്ള ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഉള്ള സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലുള്ള മാറ്റം, അതുപോലെയൊക്കെയുള്ള മാറ്റത്തിനെയാണ് നമ്മൾ ബാക്ക്വേർഡ് ലിങ്കേജ്, പുറകോട്ടുള്ള ലിങ്കേജ് എന്ന് പറയുന്നത്. അതുപോലെ മുമ്പോട്ടുള്ള ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഈ മദർഷിപ്പുകൾ വന്നെടുക്കാൻ തുടങ്ങി, കണ്ടെയ്നേഴ്സ് നാനാഭാഗത്തേക്കും പോകുന്നു. അങ്ങനെ ഒരുപാട് ഇൻ്റർനാഷണൽ ഷിപ്പുകൾ വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതിനോടനുബന്ധിച്ചുണ്ടാകാൻ സാധ്യതയുള്ള വികസനം, അതായത് ഈ ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിപണനവുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ അന്താരാഷ്ട്ര തലത്തിൽ വരാനുള്ള ഒരുപാട് മാറ്റം ഇന്ത്യക്കകത്തും അന്താരാഷ്ട്ര രംഗത്തും. അപ്പോൾ അങ്ങനെ ഈ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ലിങ്കേജസ് ധാരാളമുള്ള ഒരു പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. കാരണം നമുക്കറിയാം 20 അടി ആഴം,
പ്രകൃതിദത്തമായി കിട്ടിയ ആഴമുണ്ട്. ഇന്ത്യയിലും ഏഷ്യയിലുമുള്ള ഒട്ടുമിക്ക പോർട്ടുകളും 15 അടി ആഴം മാത്രമുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൈലേജ്, ഒരു എക്സ്ട്രാ മൈലേജ് തീർച്ചയായിട്ടും വിഴിഞ്ഞത്തിന് കിട്ടും. പക്ഷേ അതിന് ചോദിച്ച 5000 കോടിയുടെ കാര്യത്തിലും കൈമലർത്തുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രിമാരെ. ഇവിടെ നിന്നുള്ള 2 മന്ത്രിമാർ ഒപ്പം നിന്ന് ഇതൊക്കെ വാങ്ങിച്ചെടുത്ത് ഈ സംസ്ഥാനത്തെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മൾ കടക്കണിയിലേക്ക് പോകും. അത്ര വലിയ ധനപ്രതിസന്ധിയിലാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.